ഞാനിവിടെ ഒരൊറ്റ വാക്കിൽ ഒതുക്കിയിട്ടുണ്ട് എൻ്റെ ഗ്യാരണ്ടി. യുവർ സക്സസ് ഈസ് ഗ്യാരണ്ടീഡ് ഓൺലി ഇഫ് യു ആർ കമ്മിറ്റഡ്. കിങ്സ് ക്ലബിന് ഒരൊറ്റ ഗ്യാരണ്ടിയേ ഉള്ളൂ. യുവർ സക്സസ് ഈസ് ഗ്യാരണ്ടീഡ് ഓൺലി ഇഫ് നീ കമ്മിറ്റഡ് ആണെങ്കിൽ നിൻ്റെ സക്സസ് ഞാൻ ഉറപ്പ് തരും. ആരൊക്കെ കമ്മിറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ പ്രൊഡക്റ്റിൽ നിങ്ങൾ ഗ്യാരണ്ടി ആഡ് ചെയ്യേണ്ടത്? പഠിക്കണോ? യെസ്. ഓൺലൈൻ സെയിൽ തുടങ്ങിയ സമയം, ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് എന്തായിരുന്നു? നമ്മൾ മൊബൈൽ ഓർഡർ ചെയ്യും, വരുമ്പോൾ സോപ്പ് കട്ടയായിരിക്കും അന്നത്തെ ഏറ്റവും വലിയ. അപ്പോൾ ഈ റീറ്റെയിൽ കടക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞെന്തുവാ? ഡ്യൂപ്ലിക്കേറ്റ് സാധനം വരും, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പറ്റീരാണ് കസ്റ്റമറുടെ ഏറ്റവും വലിയ പരാതി. ഈ ഒരൊറ്റ പ്രശ്നം കൂടെ പരിഹരിച്ചാൽ ഞങ്ങൾ സാറിൻ്റെ പ്രൊഡക്റ്റ് എടുത്തോളാം. ഇതാണ് പറയുന്നത്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഞാൻ എടുത്തോളാം, പക്ഷേ ഈ ഒരൊറ്റ കാര്യം പരിഹരിച്ചാൽ മതി. സ്റ്റീവ് ജോബ്സ് എന്ത് ചെയ്തു? ഇങ്ങോട്ട് വന്നിട്ട് ആ പ്രശ്നം പുള്ളിയുടെ തോളയിലോട്ടങ്ങ് കയറ്റി. എന്നിട്ട് കസ്റ്റമറോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. എന്താ ചെയ്തേ? 14 days റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റി. നിങ്ങൾക്ക് സാധനം മേടിക്കുന്നു, സാധനം വരുന്നു, നിങ്ങൾ ഉദ്ദേശിച്ച കളറല്ലയോ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനമല്ലയോ, നിങ്ങൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയിലെയോ, ആ നിമിഷം 14 ദിവസം സമയമുണ്ട്. എന്തിന്? റിട്ടേൺ പോളിസി, ഗ്യാരൻറ്റി. അയാളുടെ സപ്ലയേഴ്സിനോട് പറഞ്ഞു, മര്യാദയ്ക്ക് സാധനം കൊടുത്തില്ലെങ്കിൽ ഇത് തിരിച്ചു വരികയും ചെയ്യും, കാശ് തരത്തുമില്ല, റിട്ടേണിൻ്റെ പീരീഡ് കഴിയാതെ നിൻ്റെ പൈസ ഞാൻ റിലീസ് ചെയ്യത്തുമില്ല. അയാൾ ബിസിനസ്സിൻ്റെ അകത്ത് മോഡൽ മാറ്റിയിട്ട് കസ്റ്റമറെ ഫ്രീ ആക്കി വിട്ടു. ആ പ്രശ്നം പുള്ളിയുടെ തോളയിലേക്ക് കയറ്റി. എന്താണ് ഗ്യാരണ്ടി? നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ സെയിൽസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒബ്ജക്ഷൻ എന്താണെന്ന് നോക്കുക. അതെങ്ങനെ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങളുടെ തോളയിലോട്ട് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് നോക്കുക.